വീണ്ടും സ്നേഹവന്ദനം. एक और बार आप सबको प्रेम भरा नमस्कार। അന്ത്യകാലത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. अंतकाल का अंत का समय के बारे में हमने चिंता किया। മൂന്നാമത്തെ ഈ എപ്പിസോഡിൽ പറയുന്നത് ലോകാന്ത്യം അല്ലെങ്കിൽ കാലാന്ത്യം എന്ന് പറയുന്ന അവസാന പാർട്ടാണ്. और ये तीसरा जो हम भाग है जिसके बारे में हम चर्चा कर रहे हैं, ये संसार का अंत या इस भूमि का अंत। അന്ത്യകാലത്തിന്റെ തുടക്കത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. और अंतकाल का शुरुआत के बारे में हमने चर्चा किया। ഈ അന്ത്യകാലം ഇങ്ങനെ തുടരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. और ये अंतकाल का समय जो चल रहा है उसके बारे में भी चर्चा की। അന്ത്യകാലത്തിന്റെ പരിസമാപ്തിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. और अंतकाल के आखिरी समय में क्या होगा उसके बारे में चिंता किया। ഇതിന്റെ ഒടുവിൽ ഈ ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മൂന്നാം ഭാഗം ചിന്തിക്കാൻ പോവുകയാണ്. और ये सब के आखिरी में जिस धरती पे हम रहते हैं उसके बारे में क्या होगा उसके बारे में चिंता सोचने जा रहे हैं। ഹഗായി പ്രവചനത്തിൽ നമ്മൾ നേരത്തെ വായിച്ച പോലെ हगाई का जो वचन है उसके बारे में जब हम पढ़ते हैं, പ്രകൃതി മുഴുവൻ ഇളകി വശാകുകയാണ്. और प्रकृति जो है बिल्कुल हिल जाता है। അത് യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞു. याकूब का बहुत ही कष्ट का समय है। ആ സമയമാണ് ഇസ്രായേലിനെ രക്ഷിപ്പാനുള്ള രക്ഷകനായി വീരനായി യേശുക്രിസ്തു രാജാതിരാജാവും കർത്താവുമായി വരുന്നത്. और उस समय प्रभु यीशु मसीह इस धरती पर आ जाते हैं। മേഘാരൂഢനായി മേഘത്തെ തേരാക്കി വരുന്ന കർത്താവ് और प्रभु यीशु मसीह मेघों में या बादलों में जब उतर के आ जाते हैं, ഇസ്രായേലിന്റെ ഒലിവുമലമേൽ പാദം ചവിട്ടും. और इज़राइल का ओलिव जो पर्वत है उसके ऊपर अपना पैर को आप रखेंगे। അവിടെ പ്രകൃതി ദുരന്തം ഉൾപ്പെടെ വലിയ വലിയ സംഭവങ്ങൾ അവിടെ ഉണ്ടാകും. और प्रकृति का बहुत बड़ा दुरंत वहां पे उतर आएगा। എന്നിട്ട് കർത്താവ് ഇസ്രായേലിൽ രാജസിംഹാസനം സ്ഥാപിക്കും. और उसके बाद प्रभु यीशु मसीह इज़राइल में अपना सिंहासन का तैयार कर देंगे। ഇസ്രായേലിന്റെ ഒരു വശത്ത് ഒലിവുമല, और इज़राइल के एक साइड में ओलिव का पर्वत। ഒലിവുമല അവസാനിക്കുന്നത് കിദ്രോൻ താഴ്വരയാണ്. और उसके बाद नीचे आता है किद्रोन का वैली। ഒലിവുമലയുടെ ഓപ്പോസിറ്റ് ആണ് സിയോൻ പർവ്വതം. ओलिव पर्वत के ऑपोजिट या उसके ऑपोजिट में रहता है ഈ സിയോൻ पर्वत। ഈ സിയോൻ പർവ്വതത്തിന് മുകളിലാണ് ദാവീദ് തന്റെ സിംഹാസനം സ്ഥാപിച്ച് ഇസ്രായേലിനെ വാണരുളിയത്. और हम जानते हैं कि सिय्योन पर्वत के ऊपर में दाऊद ने अपना सिंहासन लगाया था। ദാവീദിന് സിംഹാസനത്തിൽ ഇരുന്ന് ഒരു രാജാവ് നീതിയോടുകൂടെ വാഴുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു. और हम जानते हैं कि दाऊद के सिंहासन ने बैठ करके नीति और न्याय के साथ न्याय करने वाला एक आएगा। സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വാണ ദാവീദിന്റെ സിംഹാസനവും കിരീടം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. हजारों साल पहले जो दाऊद इज़राइल का राजा था उनका सिंहासन अभी भी वहां पे रखा है। ഇസ്രായേലിടയിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. और इज़राइल जनों के बीच में एक विश्वास है। അവരുടെ രക്ഷിക്കുന്ന വീരനായ മസിഹ വരുമ്പോൾ और उनका रक्षा करने वाला जब मसीहा आ जाएगा, ഈ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എന്നേക്കും വാഴും. और उस दाऊद का सिंहासन में बैठ के हमेशा के लिए राज करेगा। ആ രാജവാഴ്ചയാണ് 1000 വർഷത്തെ വാഴ്ച എന്ന് പറയുന്നത്. और वो जो राजा राज्य करेगा वो है 1000 साल का राज्य करना। ഭൂമിയിലെ മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന അധികാരികൾ 4 വർഷമോ 5 വർഷമോ ഭരിക്കും. और हम जानते हैं कि कोई भी देश में जब कोई प्रेसिडेंट या प्राइम मिनिस्टर को चुनते हैं वो 4 या 5 साल तक चलता है। ചിലപ്പോൾ അവർ ഒരു ടൈം കൂടെ ഭരിച്ചെന്ന് വരും. कभी कभी वो एक और टर्म उनका आगे बढ़ जाता है। അല്ലായെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റാരെങ്കിലും ആയിരിക്കും ഭരിക്കുന്നത്. लेकिन और कोई भी वहां पे आ सकते हैं। ഭരണാധികാരികൾ വരുന്നു, അതുപോലെ തിരിച്ചു പോരുന്നു. और इस राज्य करने वाले लोग आते हैं और चले जाते हैं। 5ഉം 10ഉം 100ഉം വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇപ്പോൾ പറയുന്ന രാജഭരണം. लेकिन 5 या 10 साल में खत्म होने वाला नहीं है प्रभु यीशु मसीह का राज्य। ഈ പ്രപഞ്ചത്തിന് സൃഷ്ടികർത്താവായിരുന്ന മെസ്സിയ, और इस पूरे सृष्टि का सृष्टि करने वाला हमारा मसीहा, യഹോവയായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ
परमेश्वर प्रभु परमेश्वर का एकमात्र पुत्र है प्रभु यीशु मसीह ഈ ഭൂമിയിൽ സമ്പൂർണ്ണ മനുഷ്യപുത്രനായി ഭരിക്കുവാൻ വരികയാണ്. आप पूरे भूमि पर अपना शासन करेंगे प्रभु यीशु मसीह ആ കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. और वो प्रभु यीशु मसीह राजाओं का राजा प्रभुओं का प्रभु है ഇരുമ്പ് കൊണ്ടുള്ള നീതിയോടുകൂടെയുള്ള സത്യസന്ധമായ ഒരു ഭരണം കർത്താവ് ഭൂമിയിൽ കാഴ്ചവെക്കും. और प्रभु यीशु मसीह कैसे राज्य किया जाता है वो अपने नीति और न्याय के साथ राज्य करके दिखाएंगे. അവിടെ യേശു തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ശിഷ്യന്മാർ और प्रभु यीशु मसीह के चुने हुए शिष्य लोग ഈ കാലഘട്ടം വരെയുമുള്ള സകല വിശുദ്ധന്മാരും और इस युग में रहने वाले सारे पवित्र जन കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെട്ട് സ്വർഗത്തിലാണ്. प्रभु यीशु मसीह के जब दोबारा आगमन में जब वे उठा लिए जाएंगे അവരെ സ്വർഗീയന്മാരായി സ്വർഗീയ വിശുദ്ധന്മാരായി ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരും. और वे सब इस धरती पर उतर आएंगे. അങ്ങനെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നാം കർത്താവിനോടൊപ്പം ഭൂമിയിൽ വാഴും. और आप और मैं जो परमेश्वर के चुने हुए जन है वे उस समय इस धरती पर राज्य करेंगे प्रभु यीशु मसीह के साथ. ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലും അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഭരണം നടത്തും. और पूरे धरती पर हर एक राज्य में प्रभु यीशु मसीह के शिष्य जो है राज करेंगे. അത് മില്ലേനിയം കിങ്ഡം അല്ലെങ്കിൽ സഹസ്രാബ്ദ യുഗം എന്ന് പറയും. और वे उसको हम मिलेनियम किंगडम कहते हैं. അത് കഴിയുമ്പോൾ उसके बाद വിശുദ്ധന്മാരെയും കൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോകും. पवित्र जनों के साथ प्रभु यीशु मसीह स्वर्ग चले जाएंगे. പിന്നെ നടക്കുന്നതിനെ കുറിച്ച് ബൈബിൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. उसके बाद क्या होगा वचन हमें सिखाता है. 2 പത്രോസ് 3-ാം അധ്യായം 6-7 വാക്യം. दूसरा पत्रस उसका 3रा अध्याय 6 और 7. അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു. और वह उस दिन का जो संसार जो है जलमग्न कर दिया गया. 7-ാം വാക്യം. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്ന് പ്രവചിച്ചിരിക്കുന്നു. और 7वां वाक्य में कहते हैं परमेश्वर के शब्द ने वर्तमान आकाश और पृथ्वी को आग के लिए रख छोड़ा है. उन्हें न्याय दिवस तक के लिए रख छोड़ गया है. അതിനോടുള്ള ബന്ധത്തിൽ 10-ാം വാക്യം കൂടെ വായിക്കുന്നു. और 10वां वाक्य इस तरह से कहते हैं അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. प्रभु का दिन चोर की तरह आ जाएगा. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകിയും उस दिन आकाश गरजता हुआ विलमीन हो जाएगा. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. मल तत्व और इस धरती पर जो भी चीजें हैं वो सब पिघल जाएंगे. ഈ വാക്യങ്ങളുടെ വിശദീകരണ പശ്ചാത്തലം മണിക്കൂറുകളോളം സംസാരിക്കാനുള്ളതാണ്. अगर ये सब का हम ज्यादा ये करेंगे तो और भी 2 घंटा लग जाएगा. എന്നാൽ ഈ വാക്യം വായിപ്പിച്ച് കേട്ടതുപോലെ ഭൂമിയിൽ സംഭവിക്കും. लेकिन जैसे ये वाक्य कहता है वैसा ही इस धरती पे होगा. ലോകരാജ്യങ്ങൾ ഒരുക്കി വെച്ച് എല്ലാ ആധുനിക ആണവ ആയുധങ്ങളും കത്തി അമരുന്ന ഒരു ദിവസമായിരിക്കും. और ये एक ऐसा दिन आएगा जहां पर पूरे धरती में पूरा एटम बॉम्ब एक साथ फट जाएगा. ഭൂമിയിലെ സകല വസ്തുക്കളും കത്തി എരിയുന്ന ഒരു ദിവസമായിരിക്കും. और इस धरती में हर चीज बिल्कुल आग के लपेट में आ जाएगा. അത് ഏറെക്കാലം നിന്ന് കത്തും. और बहुत सालों तक वो जलता रहेगा. ഭൂമി അതിന്റെ പണികൾ ഒഴിഞ്ഞു പോകും. और धरती में जो कुछ हुआ वो सब पिघल जाएगा. മലാക്കി പ്രവചിച്ചിരിക്കുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. मलाकी का पुस्तक में हम पढ़ते हैं कि ये चूल्हे की तरह ये धरती जलने लगेगी. ഈ ലോകം അതിന്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. और इस धरती पर जो कुछ है सब कुछ चला जाएगा. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് നിലനിൽക്കും. जो भी परमेश्वर का इच्छा का पूर्ति करता है वो हमेशा हमेशा के लिए जीवित रहेगा. എന്നാൽ ഇത് സംഭവിക്കുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാര്യം കൂടെ ഒന്ന് നോക്കാം. और इसी के संबंध में हम प्रकाशित वाक्य को भी हम पढ़ते हैं. ഇതിന്റെ 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. और प्रकाशित वाक्य उसका 20वां अध्याय को भी हम पढ़ेंगे. 11-ാം വാക്യത്തിന്റെ മധ്യഭാഗത്തിലാണ് ആ പ്രശസ്തമായ കാര്യം പറഞ്ഞിരിക്കുന്നത്. और 11 वाक्य के दूसरा भाग में इस तरह से कहते हैं ദൈവസന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി.
और पृथ्वी और आकाश के सामने लुप्त हो गए പിന്നെ അതിനെ കണ്ടില്ല. और उनका कभी भी पता नहीं चला। അടുത്ത 21 അധ്യായത്തിന്റെ 1 വായിക്കുമ്പോൾ और 21 अध्याय का पहला वाक्य जब हम पढ़ते हैं, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. मैं नया पृथ्वी और नया आकाश को देखा ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. और पहला आकाश और पहला पृथ्वी चला गया സമുദ്രവും ഇനിയില്ല. और समुद्र भी नहीं है। ഇവിടെ ശ്രദ്ധിക്കുക, यहाँ पे आप हमें सोचने की एक जरूरत है। പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുകയാണ്. एक नया आकाश और एक नया धरती आता है। പഴയ ഭൂമിയും പഴയ ആകാശവും മാറിപ്പോകുന്നു. पुराना धरती और पुराना आकाश चला जाता है, ചൂള പോലെ കത്തുന്നു. चूल्हे की तरह जलता है ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു മാറുന്നു. और आकाश बिल्कुल चला जाता है। ഇത് ലോകാന്ത്യം. ये एक लोक का दुनिया का अंत है ഈ ഭൂമി എന്ന ലോകത്തിന്റെ അന്ത്യമാണ് അഗ്നിപ്രളയം. और ये इस धरती का अंत है, अग्नि का एक तूफान। ഇവിടെ അല്പവും അധികമായ ഭൂസ്വത്തുകൾ സമ്പാദിച്ചും और जो इस धरती पे बहुत सारा पैसा कमाए हैं ഒരു ആയുഷ്കാലം മുഴുവനും ആളോട് അധ്വാനിച്ചുണ്ടാക്കുന്ന സകല സമ്പത്തുകളും और पूरे जिंदगी लगाकर जितना संपत्ति उन्होंने बनाया എന്നേക്കുമായി നശിച്ചു പോകും. ये हमेशा के लिए खत्म हो जाएगा। ഈ ഭൂമിയും അതിലുള്ള സകലം നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് പറഞ്ഞു. और पूरा धरती में अगर आप सब कुछ पा लेते हैं लेकिन अपना आत्मा को नष्ट कर देते हैं तो क्या उसका फल है? അങ്ങനെ ഭൂമി ഒഴിഞ്ഞു പോകുന്നതിനെയാണ് ലോകാവസാനം എന്ന് ബൈബിൾ പ്രവചിക്കുന്നത്. और इस तरह से जब धरती पूरी तरह चला जाता है उसे हम युग का अंत कहते हैं। മനുഷ്യന്റെ കേവലം ഒരു വാക്കല്ല ഇത്. ये मनुष्य का कहने का एक वाक्य नहीं है केवल। ദൈവത്തിന്റെ നിത്യതയിലെ നിയന്ത്രിതമായ പല സംഭവ കാര്യങ്ങളാണ്. और ये परमेश्वर के चुने हुए एक सत्य है। ये ഇതെല്ലാം സൃഷ്ടിച്ചത് മഹാദൈവമാണ്. जो भी हम देखते हैं उसका सृष्टि हमारा प्रभु यीशु मसीह ने किया ഈ പ്രപഞ്ചത്തെ ഭൂമിയെ നിയന്ത്രിക്കുന്നത് ഈ മഹാദൈവമാണ്. और इस पूरे धरती का नियंत्रण भी हमारे प्रभु यीशु मसीह करते हैं। ദൈവത്തിന് ശക്തന്മാരായ ദൂതന്മാരെ കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. परमेश्वर अपने बहुत ही शक्तिशाली दूत जनों को भेजकर ये सब काम करते हैं। എന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല. लेकिन सब कुछ खत्म हो गया और वहां पे फुल स्टॉप नहीं लगाते। ഇവിടെ യോഹന്നാൻ സ്ത്രീക്ക് ദൈവ ശക്തമായ ഒരു നിയോഗത്താൽ ഒരു റെവലേഷൻ കൊടുക്കുന്നു. और इसलिए परमेश्वर यूहन्ना को एक रेवलेशन देते हैं। അതിവിശാലമായ ഈ ആകാശ പ്രപഞ്ചത്തിൽ और ये बहुत बड़ा आकाश जो है, ഈ ഭൂമിയും ആകാശവും ഒഴിഞ്ഞുപോയി. ये धरती जो है और आकाश जो चला जाता है പിന്നെ അതിനെ കണ്ടില്ല എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और उस सब को देख ही नहीं पाते, पता नहीं लगा पाते वो कहाँ है। അതേ സ്ഥാനത്ത് അടുത്തതായ ദർശനം കാണുന്നു. और उसके बाद उनको दूसरा एक दर्शन दिखता है। ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. ये देखो एक नया आकाश और एक नया धरती। അതിമനോഹരമായ വലിയ ഒരു ഭൂമിയെ ദൈവം സ്പേസിൽ കാണിക്കുക. बहुत ही सुंदर एक नया आकाश और एक नया धरती वहां पे हम देख सकते हैं। അതിൽ ദൈവ നിർമ്മിതമായ ഒരു വലിയ ബിൽഡിംഗ് ഇറങ്ങി വരുന്നു. और उसमें एक बहुत ही सुनहरा सुंदर एक बिल्डिंग उतर आता है। അവയെ കാണിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, और उसको दिखाते हुए परमेश्वर ये നിങ്ങളുടെ कहते ഹൃദയം हैं, കലങ്ങി പോകരുത്. तुम्हारा हृदय में डरना नहीं, എന്നിലും എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. मेरे पर और मेरे पिता पर विश्वास करो। എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. मेरे पिता के घर में अनेक वास स्थल हैं। അവയെ കുറിച്ച് 21 അധ്യായത്തിൽ തുടർന്ന് വായിക്കുന്നു. और उसके बारे में 21 अध्याय में पढ़ते हैं। 2 വാക്യം, दूसरा वाक्य, ആ ഭവനം, ആ വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. और मैंने पवित्र नगरी नवीन यरूशलेम को परमेश्वर ने के यहाँ से आकाश में उतरते देखा। वह अपने दूल्हे के लिए सजाई हुई दुल्हन की तरह अलंकृत थे।
അതിനെയാണ് നമ്മൾ മുമ്പ് കേട്ട 2200 കിലോമീറ്റർ നീളവും ഉയരവും വീതിയുമുള്ള ഒരു വലിയ ബിൽഡിംഗ്. और यही बिल्डिंग के बारे में हमने पिछले एपिसोड में हमने पढ़ा, वो किसके कितना लंबा है, 2200 किलोमीटर लंबा, चौड़ा और ऊंचा है। അത്രയും വലിയൊരു ബിൽഡിംഗ് ഒരു ലോക മനുഷ്യനും ഒരിക്കലും പണിയാൻ കഴിയില്ല. इतना बड़ा बिल्डिंग कोई भी इस धरती पे नहीं बना सकता है। അവിടെ പ്രവേശിക്കുന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. और वहां प्रवेश करना परमेश्वर का एक बहुत बड़ा इच्छा है। അടുത്ത 5-ാം വാക്യം വായിക്കുന്നു. और 5वां वाक्य इस तरह से कहते हैं, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. देखो मैं सब कुछ नया करता हूँ और मैं सबका आंखों से आंसू पोंछ डालता हूँ। ഇനി മരണമുണ്ടാകുകയില്ല. अब मृत्यु नहीं होगा, ദുഃഖവും മുറവിളിയും കട്ടതയും ഇനി ഉണ്ടാകുകയില്ല. ना विलाप होगा ना दुख होगा। ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. और पहले पुरानी बातें चली गई। സിംഹാസനം ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. सिंहासन पे विराजमान व्यक्ति कहता है, ये देखो मैं सब कुछ नया कर रहा ഈ हूँ। വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ये वचन विश्वास योग्य और सत्य है। ആ ബിൽഡിംഗ് ഭൂമിയിൽ സ്ഥാപിച്ചു കഴിയുമ്പോൾ वो जो बिल्डिंग जब इस धरती पर उतर आते हैं ദൈവത്തിനെയും കുഞ്ഞാടിനെ സിംഹാസനം ഇവിടെ വെളിപ്പെടുത്തുന്നു. और परमेश्वर का इच्छा अपना पुत्र यीशु मसीह के द्वारा दिखाई पड़ता है। ആ സ്വർഗീയ രാജകൊട്ടാരത്തിന്റെ ബേസിൽ നിന്ന് हम जानते हैं कि परमेश्वर के सिंहासन के नीचे से जो नदी बह के आती है, അതിന് ഇരുവശവും ജീവവൃക്ഷങ്ങളുണ്ട്. उसके दोनों तरफ वो जीवन का वृक्ष है। ഓരോ മാസവും അതാത് ഫലം 12 വിധ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. और हर महीने उसमें से फल आता है അങ്ങനെ തുടരുന്നു നിത്യത. और इस तरह से चलता रहेगा अनंत काल का जीवन। കാൺമേ ഇതാ സകലതും പുതുതാക്കുന്നു. और देखो ये सब कुछ नया हो गया। നാം ആ നിത്യതയിൽ എത്തിച്ചേരണം. आप सब को वहां पे अनंत काल में पहुंचना है। തീയങ്കതുകത് തീപ്പയുക മറ്റൊരു നിത്യതയാണ്. और आग और गंधक का एक अनंत काल का दूसरा एक जीवन है। അത് വിട്ടൊഴിഞ്ഞ് നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. वहां से छोड़कर हमें परमेश्वर के साथ एक अनंत जीवन चाहिए। ഈ വിശുദ്ധ ബൈബിൾ സത്യവേദ പുസ്തകമാണ്. हम पवित्र वचन जो है सत्य वचन है, ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. परमेश्वर का वचन है। ഈ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഏക രക്ഷകൻ യേശു ക്രിസ്തുവാണ്. और ये परमेश्वर का वचन एक ही रक्षक है, प्रभु यीशु मसीह। മറ്റൊരുവന് രക്ഷയില്ല. और किसी में रक्षा नहीं है। നാം രക്ഷപ്പെടുവാൻ हम सबको बचने के लिए ആകാശത്തിന് കീഴും മനുഷ്യന് നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ലവേ ഇല്ല. पूरे धरती और आकाश में रक्षा का एक ही नाम है, वो है प्रभु यीशु मसीह। സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് ഏക മാർഗം ഏക സത്യം യേശു ക്രിസ്തുവാണ്. सारे मनुष्य जाति के लिए रक्षा का एक ही मार्ग है, वो है प्रभु यीशु मसीह। ശാരീരികമായ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസും കർത്താവാണ് നൽകുന്നത്. हमारे जीवन में चंगाई और दीर्घ वर्ष तक जीने का समय जो है परमेश्वर हमें देते हैं। ഈ ലോകം എങ്ങനെ അവസാനിക്കും? ये दुनिया इस तरह से खत्म हो जाएगा, ദൈവത്തിന് ജനം എന്നേക്കും നിലനിൽക്കും. लेकिन परमेश्वर के जन जो है अनंत काल तक जीवित रहेंगे। God bless you all. परमेश्वर आप सबको आशीष दे।